ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യ പ്രതികരണവുമായി ഹണി റോസ് രംഗത്ത് വരുമ്പോൾ വിമർശനമുയരുന്നത് ബോബി ചെമ്മണ്ണൂരിന് നേരെ. മാനസിക വൈകല്യമുള്ള ഇത്തരം വ്യക്തികളുടെ പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് താൻ പതിവ് എന്നും, എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഹണി റോസ് വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിടുകയും പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിലെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്തത് എന്നും ഹണി റോസ് വ്യക്തമാക്കുന്നു. ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. ഈ സംഭവം തന്നെയാണോ നടി ആധാരമാക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയാൾ ദ്വയാർത്ഥ പ്രയോഗം മൂലം അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഈ കുറിപ്പ് എന്ന് ഹണി റോസ് പറയുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ഒരു സ്ത്രീയെ ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശ്യത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണെന്നും അറിയാൻ കഴിഞ്ഞു എന്നും നടി കുറിച്ചു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുത്തിരുന്നു. ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ നിന്നാൽ മുൻഭാഗം മാത്രമേ കാണൂ, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ കാണണം എന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ പിടിച്ചൊന്ന് കറക്കിയിരുന്നു. ഹണി റോസിനെ പിടിച്ച് കറക്കിയതിന് അയാൾ ന്യായീകരിച്ചതാണത്. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മുമ്പും ബാക്കും ഒരുപോലെ കാണണമെന്നായിരുന്നു അയാളുടെ മറുപടി. അതുകൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ ഭാരതത്തിലെ കുന്തി ദേവിയെയാണ് ഓർമ്മ വരുന്നത് എന്നും പറഞ്ഞ് പൊതുവേദിയിൽ അപമാനിച്ചിരുന്നു. അതിൽ സോഷ്യൽ മീഡിയയിൽ